കൈയെത്തിപ്പിടിക്കാവുന്ന അകലത്തിനും അപ്പുറത്തേക്കാണ് പലതും. എനിക്കത് എൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യമല്ല എന്നിങ്ങനെ വളരെ സങ്കടപ്പെട്ട് പറയുന്ന ഏതൊരു വിഷയത്തെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി തെരുമാറാക്കുന്നൊരു ദൈവപ്രവൃത്തി ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദൂതിൽ കർത്താവ് അതാണ് നിങ്ങൾക്ക് വേണ്ടി അരുളി ചെയ്യുന്നതും നിവർത്തിക്കാൻ പോകുന്നതും. സന്തോഷമാണോ? സ്നേഹത്തോടെ ഇന്നത്തെ ദൈവശബ്ദം കേൾക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. എൻ്റെ എല്ലാ സ്നേഹനിധികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിൻ്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവെഴുത്ത്. ആ ദൈവവചനം ഇങ്ങനെയാണ്. അതിൻ്റെ ബി പാർട്ടാണ്. നമ്മുടെ കൈക്കെത്താത്തൊരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരാമേൻ പറയണം. നമ്മുടെ കൈക്കെത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവിൻ്റെ ആധികാരികമായൊരു വെളിപ്പെടുത്തലാണിത്. വെറും കൈയോടെ ദൈവം ചില സ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചിറക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്നുള്ള ചോദ്യവുമായി നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ. ആ നിപ്പിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ നിനക്കുള്ളതാണ് എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശൂന്യമാകുന്ന കൈകളുമായി ഞാനിനി എന്ത് ചെയ്യും, ഞാൻ ആരോട് ചോദിക്കും, ഞാൻ എങ്ങോട്ട് പോകുമെന്നൊക്കെയുള്ള നിസ്സഹായതയോടുകൂടെ നിന്ന ഒരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് മുമ്പേ കൃപയിലായിത്തീർന്ന ചില മനുഷ്യരുടെ അനുഭവം ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. കാരണം പലതും വിട്ടിറങ്ങി അവരുടെ ജീവിതത്തിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ഭൂതകാലം അവർക്കുണ്ട്. അവിടെ നിന്നും ഇന്ന് അവർ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിലേക്കുള്ള യാത്ര എങ്ങനായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഉണ്ടാകുന്നൊരു സാക്ഷ്യം ഞാൻ പറയാം. ദൈവം സകലതും തന്നു. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നിനക്കെല്ലാം തരും. ഒരുപക്ഷെ പിടിവള്ളി പോലെ കയ്യിലുണ്ടായിരുന്നത് അവസാനത്തേതും കൂടെ അപഹരിച്ചതിനാൽ വളരെ വേദനയിലായിരിക്കും നിങ്ങളൊരു പക്ഷേ ഇന്നായിരിക്കുന്നത്. പിടിവള്ളിയായിരുന്നൊരു ജോലി നഷ്ടപ്പെട്ടു. അവസാനമായി ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും കൈവിട്ടുപോയി. നീ പേടിക്കരുത്, നിന്റെ കർത്താവ് വിശ്വസ്തനാണ്. നീ തളർന്നു പോകരുത്, നിന്റെ കരം പിടിച്ചിരിക്കുന്നവൻ ആകാശത്തിൻ്റെ ഭൂമിയുടെയും അധിപതിയാണ്. നിനക്കൊരു സഹായം അവൻ തുറന്നു തരും. നിനക്കൊരു വഴി അവൻ വെട്ടിത്തെളിച്ചു തരും. പേടിക്കണ്ട. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത ഇരുമ്പു ചൂളയിലെന്നതുപോലെ അടിമത്തത്തിൻ്റെ ക്രൂരതകളേറ്റ് അതിവേദനയിൽ നിലവിളിച്ച് പണിയെടുത്തൊരു ഭൂതകാലത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത്. നിങ്ങളോട് ഞാൻ പറയട്ടെ, വെറും വെള്ളം കൊണ്ടല്ല അവർ ആ കാലഘട്ടങ്ങളിൽ ഇഷ്ടികകൾ ഉണ്ടാക്കിയെടുത്തത്. വിയർപ്പിനേക്കാളേറെ കണ്ണീരൂറ്റിയാണ് അവർ മിസ്രൈം എന്ന സാമ്രാജ്യത്തിൻ്റെ കെട്ടുപണികൾക്കായി ഇഷ്ടികകൾ നിർമ്മിച്ചു നൽകിയത്. ഇരുമ്പ് ചൂളയിൽ നിന്ന പോലെ ദൈവം ആ ജനതയെ പിടിച്ചിറക്കിക്കൊണ്ടുവരുമ്പോൾ അടിമത്തത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ ഒഴുക്കി തീർത്ത കണ്ണുനീരുകളുടെയും മറ്റൊരുവന് വേണ്ടി പണിയെടുത്തതിനാൽ ഉണ്ടാക്കിയ കൈത്തഴമ്പുകളുടെയും മൂലധനം മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ മുമ്പിൽ വിക്കി സംസാരിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാളുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ദൈവം നമുക്കൊരു നല്ല ജീവിതം തരുമെന്ന്. അത് കേട്ടവർ പിതാക്കന്മാരുടെ ദൈവമായ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വിശ്വസിച്ചിറങ്ങി. മുൻപിൽ നിന്നെ നയിക്കുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ ഒരു കുഞ്ഞു സഭയോ ഒക്കെ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ കൂടുതൽ പ്രതീക്ഷ നൽകുവാൻ ഒരു പക്ഷേ അവർക്കും കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പെരുവഴിയിൽ അവൻ തള്ളിക്കളയുകയില്ല. നിനക്ക് വേണ്ടി അവൻ ചില അനുഗ്രഹങ്ങളെ തുറക്കും. നിനക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. വെറും കൈകളോടെന്ന പോലെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ജനതയുടെ യാത്ര, ആ യാത്രയുടെ പര്യവസാനത്തിൻ്റെ സമാപ്തി പദത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂവണിയുന്ന അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കാൻ തുടങ്ങുന്നതിനും ഏതാനും കാലങ്ങൾക്ക് മുൻപേ അവരെ നയിച്ച വന്ധ്യവയോധികനായ പ്രവാചകതാപസനായ മോസസ് എന്ന ജ്ഞാനദൃഷ്ടിയുള്ള മനുഷ്യൻ അവരോട് പറയുകയാണ്, ദൈവം നമ്മളെ വിളിച്ചിറക്കി. ഇരുമ്പ് ചൂളയിൽ നിന്നെന്ന പോലെയുള്ളൊരു നാട്ടിൽ നിന്നാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ നിന്ന് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. നമ്മുടെ കൈക്കെത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൈപ്പാങ്ങിന് അകലെയായിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം.
നമ്മുടെ കൈപ്പാങ്ങിന് അതീതമായിരുന്നു നമ്മുടെ സമാധാനം. നമ്മുടെ കൈപ്പാങ്ങിനും നമ്മുടെ പരിശ്രമങ്ങൾക്കും അതീതമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി. നമ്മുടെ കൈപ്പാങ്ങിന് അപ്പുറത്തായിരുന്നു നമ്മളുടെ നല്ല ദിനരാത്രങ്ങൾ. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിറക്കിയതോടുകൂടെ നമ്മളുടെ കാലം തെളിയുകയായിരുന്നു. അതെ, ദൈവം നിന്നെ വിളിച്ചതോടുകൂടെ നിന്റെ കാലം തെളിഞ്ഞിരിക്കുന്നു. കർത്താവ് നിന്നെ പിടിച്ചിറക്കിയതോടുകൂടെ നിന്റെ സമയം നല്ലതായിരിക്കുന്നു. മുന്നിട്ടിറങ്ങുന്ന ഈ വഴിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അന്യാധീനപ്പെട്ടു പോകുന്നതും ദൂരെയായിരിക്കുന്നതെല്ലാം ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന നിനക്ക് ഒരു കൈപ്പാങ് അകലത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുതരികയാണ്. ഈ ഒരു ദൈവിക ദൂത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് കൂടെ പറയാതിരിക്കുക നിർവാഹമില്ല. ഒരു ദിവസം ഇസ്രയേൽ മോശെ എന്ന് പറയുന്ന ദൈവദാസനോട് വല്ലാതെ ആവലാതി പറയുകയാണ്. എന്നത് ആവലാതി? ഞങ്ങൾക്ക് നോൺ വെജ് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിലായിരുന്നിട്ട് ഞങ്ങൾ മിസ്രൈമിലെ കാലഘട്ടം ഓർക്കുന്നു. ഞങ്ങൾ ഇത്രയും കാലമായി യാത്ര ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും അല്പം കൂടെ മേത്തരമായത് കഴിക്കാൻ തരൂ. ദൈവത്തോട് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ മനുഷ്യരുടെ നിലവിളി നീ കേൾക്കുന്നല്ലോ. ദൈവം അവരുടെ നിലവിളിക്ക് പരിഹാരം കൊടുക്കുന്നു. കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ലിവിയാഥാൻ എന്ന കടൽ സർപ്പത്തെ അതിൻ്റെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു കിഴക്കൻ കാറ്റിനാൽ അവൻ്റെ തല തകർത്ത് കളഞ്ഞ് അതിൽ നിന്നും തലച്ചോറ് ചിതറിയപ്പോൾ അതിനെ കാടപ്പക്ഷികളാക്കി ഇസ്രായേലിൻ്റെ പാളയത്തിലേക്ക് ദൈവം അതിനെ പപ്പും പൂടയും വെച്ച് പറപ്പിച്ചു കൊണ്ടുവന്നു. കാടപ്പക്ഷികൾ കൂട്ടത്തോടുകൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് പറന്നു വരുന്നത് അവർ കണ്ടു. ലക്ഷോപലക്ഷം ജനത്തിന് വേണ്ടത്ര ആഹാരത്തിനായിട്ടുള്ള ഇറച്ചിയായി അന്നമായി പറന്നു വന്ന കാടപ്പക്ഷികളെ കൈയെത്തി അവർ പിടിച്ചു. ദൈവം ചിലത് കൊണ്ടുവരുമ്പോൾ കൈപ്പാങ്ങിനെത്തിച്ചു തരും. അത് കാടപ്പക്ഷിയായാലും ഒരു പട്ടണമായാലും ഒരു ദേശമായാലും കോടിക്കണക്കിന് രൂപയായാലും വലിയൊരു അഭിഷേകമായാലും അത് കൈപ്പാങ്ങിനെത്തിയിരിക്കും. ആമേൻ. ഒന്ന് പറഞ്ഞേ, ഈ ദിനങ്ങളിൽ ദൈവം അനുവദിച്ചതൊക്കെയും എനിക്ക് എൻ്റെ കൈപ്പാങ്ങിനെത്തുകയാണ്. എൻ്റെ കൈയകലത്തിൽ ചിലത് ദൈവം എനിക്ക് നൽകിത്തരാൻ പോവുകയാണ്. അതിനെ കരം നീട്ടി പിടിക്കുക എന്നുള്ള, കൈനീട്ടി തൊടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ എനിക്കുള്ളൂ. ദൈവമാണ് കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. ഗ്ലോറി ടു ജീസസ്. ഇന്ന് ചില ഭാരങ്ങളെ തീർക്കുവാൻ, ചില സങ്കടങ്ങൾക്ക് അവസാനം കുറിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവാതിക്കലേക്ക് ദൈവം താൻ തുറന്ന ചില അനുഗ്രഹങ്ങൾ പറന്നെത്താൻ പോവുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എൻ്റെ കൈകൾ ചിലതിനെ സ്പർശിക്കും. ഈ ആഴ്ച ചില ദൈവിക നന്മകളെ നിൻ്റെ കൈകൾ തൊടും. ദൈവം കൈപ്പാങ്ങിന് ചിലതിനെ നിനക്ക് കൊണ്ടുതരും. ഹല്ലേലൂയ. മോശ ജനത്തോട് പറയാണ്, നമ്മുടെ കൈക്കെത്താത്തൊരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നീ ആഗ്രഹിക്കുന്ന രാജ്യം ഒരു പക്ഷെ നിനക്ക് നന്യമായിരിക്കാം. അവിടേക്ക് പോകാനുള്ള യോഗ്യതകൾ നിനക്കില്ലായിരിക്കാം. പക്ഷേ ദൈവം വഴി തുറന്നാൽ നീ അവിടെ എത്തുക തന്നെ ചെയ്യും. അടുത്തത്, നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒന്ന് പറഞ്ഞ്, എനിക്ക് സകലതും കൈയടക്കി തെരുമാറാക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാം എൻ്റെ കയ്യിൽ തരുന്നൊരു കർത്താവുണ്ട്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അവിടുന്ന് എനിക്കെല്ലാം തരും. നിൻ്റെ കൈകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഈ ദിവസങ്ങളിൽ വരും. ഒന്ന് ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എൻ്റെ കൈകളിലേക്കത് ദാനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ശൂന്യമായ കൈകളുമായിട്ടായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസത്തിൻ്റെയും ഒരുപാട് കണ്ണുനീരിൻ്റെയും വഴികളിലൂടെയാണ് ഞങ്ങൾ നടന്നത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളൊന്നും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ നന്ദിയോടും കണ്ണുനീരോടും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയെ ഞങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ല ചാരിതാർത്ഥ്യമുണ്ട് പറയുന്നതിൽ. ഞങ്ങളുടെ ബലം ഞങ്ങളുടെ കർത്താവ് തന്നെയാണ്. ഞങ്ങളെ ഉയർത്തി യേശു അന്നും ഇന്നും മാറ്റമില്ലാത്തവനായി ഞങ്ങളുടെ കൂടെ നിലനിൽക്കുന്നു. ഈ ദൈവവചനമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം. ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൈകളിൽ വലിയൊരു വേദനയും ശൂന്യതയും ഞങ്ങൾ അനുഭവിക്കുന്നൊരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. തടവറയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന എൻ്റെ കൈകൾ. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോടൊരു വാക്ക് പറഞ്ഞു, നിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടതായിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ കരങ്ങൾ സ്വതന്ത്രമാണ്. നിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടതായിരിക്കാം, പക്ഷേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ കരങ്ങൾ സ്വതന്ത്രമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിർവാഹമില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ ഈ വാക്കുവിനെ ചാറ്റുളി പോലെ തറച്ചു. പ്രതീക്ഷകളില്ലാതെ എന്നെ പ്രാർത്ഥിക്കുവാൻ വിളിച്ച പതിനായിരക്കണക്കിന് മനുഷ്യരോട് ഞാൻ ഈ വാക്ക് പറഞ്ഞു. നിങ്ങളുടെ കൈകൾ ശൂന്യമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കൈകൾ സ്വതന്ത്രമാണ്. നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ കരങ്ങൾ സ്വതന്ത്രമാണ്. അതെ, എൻ്റെ ദൈവത്തിൻ്റെ കൈകളിലുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടതാണ് നിന്റെ വീട്ടിൽ വരും. അടുത്ത കാറ്റിൽ കടലിൽ നിന്നും കാടപ്പക്ഷി പറന്ന് നിന്റെ പാളയത്തിലെത്തുമെങ്കിൽ
ഈ അടുത്ത പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ട പണം നിൻ്റെ അക്കൗണ്ടിൽ വരും. നിനക്ക് വേണ്ട സന്തോഷ വാർത്ത നിൻ്റെ ഫോണിൽ നിന്നെ വിളിച്ചറിയിക്കും. നിനക്ക് വേണ്ടതായ ഇമെയിൽ നിനക്ക് കിട്ടും. ദൈവം ചില കൺഫർമേഷൻസ് തരും. കർത്താവിനെ ഒന്ന് വിശ്വസിക്കാവോ? ഇന്ന് ദൈവമെല്ലാം കൈപ്പാങ്ങിനെത്തിക്കാൻ പോവുകയാണ്. കൈ അകലത്തിലല്ല, ഒരുപാട് ഓടിയിട്ടല്ല, നീ ഇരിക്കുന്നിടത്ത് കൊണ്ടെത്തിക്കുന്നൊരു ദൈവം. എലിയ പ്രവാചകൻ്റെ സംഭവ ചരിത്രത്തിൽ കിരീത്തിൻ്റെ ഏകാന്തതയിൽ താൻ ആയിരിക്കുന്ന സമയത്ത് ദൂത് പറയാൻ ആരുമില്ല, ദൂത് കേൾക്കാനും ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, സ്തോത്രം പറയാനും ആരുമില്ല. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഏലിയാവ് ദൈവത്തോടു കൂടെ ആയിരുന്നു. പ്രവാചകൻ്റെ വയറ് നിറയ്ക്കേണ്ടത് എങ്ങനെ? ദൈവത്തിനറിയാം താൻ ഇരുത്തിയിരിക്കുന്നവൻ്റെ വയറിൻ്റെ വ്യാസം. ദൈവത്തിനറിയാം അവൻ്റെ വിശപ്പിൻ്റെ നേരം. ദൈവത്തിനറിയാം അവൻ്റെ തളർച്ചയുടെ സമയം. അതിനെന്ത് കൊടുക്കണമെന്നും അവിടുന്ന് നന്നായിട്ട് അറിയുന്നു. ആമേൻ. കാക്കയുടെ കൈവശമാണ് ദൈവം കൊടുത്തു വിട്ടത്. കാക്കയുടെ കൈവശം പറന്നു വന്നു. മന്ന പെയ്തു വന്നു. കാക്ക പറന്നു വന്നു. കാടപ്പക്ഷിയും പറന്നെത്തി. എല്ലാം കൈപ്പാങ്ങിനെത്തി. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കൈക്കെത്താത്തൊരു പട്ടണമുണ്ടായിരുന്നില്ല. നിന്റെ കൈപ്പാങ്ങിനെത്താത്ത ഒരു രാജ്യവും ഇന്ന് ഈ ഭൂപടത്തിലില്ല. നീ പോകാൻ ആഗ്രഹിക്കുന്നത് ഏത് മണ്ണിലായാലും നിനക്ക് ചെല്ലാം. നീ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഏത് സന്തോഷത്തിലാണെങ്കിലും നിനക്ക് ചെന്ന് കയറാം. സ്തോത്രം. പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ സ്വർഗത്തിൽ പോകാനുള്ള കാര്യം മാത്രം നീ മറന്നേക്കരുത്. പലർക്കും ഇന്നത് വേണ്ട. എങ്ങനെയും ഇഷ്ടപ്പെടുന്ന രാജ്യത്തോട്ട് ചെന്ന് അങ്ങ് കയറിയാൽ മതി. പിന്നെ ദൈവത്തെയും വേണ്ട, വേദപുസ്തകവും വേണ്ടാത്തൊരു സമീപനമാണ് പലരുടെ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ഇത് അവസാനത്തോളം മുറുകെ പിടിച്ചോണം. ഇതാ നിന്നെ ഉയർത്തിയത്, നീ അത് മറന്നേക്കരുത്. നിനക്ക് തലമുറ ഉണ്ടാകുമ്പോൾ 10 തലമുറ ഓർത്തിരിക്കത്തക്ക നിലയിൽ ജീവിതത്തിൻ്റെ ഗതികേടിൽ നിന്നെ ഉയർത്തിയ കർത്താവിനെക്കുറിച്ച് നീ പറഞ്ഞോണം. നിൻ്റെ സമീപത്ത് വരുന്ന മനുഷ്യരോട് നീ പറയണം, ഈ നാട്ടിൽ നിൽക്കാനും മാത്രമുള്ള പ്രാപ്തിയൊന്നുള്ള ആളായിരുന്നില്ല ഞാൻ. എന്നെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. അല്ലതല്ലി കരഞ്ഞ എൻ്റെ പൂർവികരുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും വേദനയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് ദൈവം എന്നെ എത്തിച്ചത്. ഇത് മനസ്സിലാക്കണം. മന്ത്രിപദത്തിലിരുന്ന് വിരാജിക്കുമ്പോൾ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, എനിക്കിത് പ്രതികാരം കാണിക്കാനുള്ള നാഴികയല്ല, ഞാൻ കേമനായെന്ന് തെളിയിക്കാനുള്ള സമയവുമല്ല. ഇതുപോലൊരു ക്ഷാമകാലം വരുമെന്ന് ദൈവം കണ്ടിരുന്നു. അന്ന് നമുക്ക് ജീവരക്ഷ വരുത്തേണ്ടതിന് നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടെ അയച്ചു. കണ്ടോ, പൊട്ടക്കണ്ടിലെടുത്ത് കളഞ്ഞതാ, അടിമയെ പോലെ എടുത്ത് വിറ്റതാ. എന്നിട്ടും പറഞ്ഞു, ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ മുഖാന്തരങ്ങളായിരുന്നു. ഏതൊക്കെയോ വഴിയിൽ നിനക്ക് നല്ല കാലങ്ങൾ വന്നു ചേരുമ്പോൾ നിന്നെ വഴി നടത്തിയവനെ നീ മറന്നേക്കരുത്. ആമേൻ. ഹല്ലേലൂയ. കയ്യെത്താത്തൊരു പട്ടണവുമില്ല. അടുത്തത്, നമുക്ക് നമ്മുടെ ദൈവമായ യഹോവ സകലതും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമെല്ലാം കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. വിശ്വസ്തയോടെ നിന്നാൽ നിൻ്റെ കയ്യിൽ നിന്നൊന്നും വഴുതി പോകത്തില്ല. പലരുടെയും സങ്കടമാണ്, എല്ലാം വഴുതി പോകുന്നു, ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. എവിടെയൊക്കെയോ പാപത്തിൻ്റെ വഴുവഴുപ്പുണ്ട് ചിലർ നിൽക്കുന്നിടത്ത്. നിൻ്റെ കയ്യിൽ ചില അശുദ്ധികളുള്ളത് കൊണ്ടാണ് ചിലതൊക്കെ വഴുതി പോകുന്നത്. നീ കൈയൊന്ന് കഴുകിക്കേ. നിൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ രക്തത്താലൊന്ന് കഴുകിക്കേ. നിൻ്റെ ജീവിതത്തെ കർത്താവിനാലൊന്ന് വിശുദ്ധീകരിക്കുവാനൊന്ന് ഏൽപ്പിച്ചേ. ചില കാര്യങ്ങൾക്ക് അതൊരു വിടുതലാകും. ആഴമേറിയൊരു മാനസാന്തരത്തിലേക്ക് ചിലർ വരേണ്ടതായിട്ടുണ്ട്. കർത്താവുമായുള്ള നല്ലൊരു ബന്ധത്തിലേക്ക് ചിലരായിത്തീരേണ്ടതായിട്ടുണ്ട്. ചിലർ ജീവിതത്തിൽ കൈപ്പാങ്ങിന് എത്തി നിൽക്കുന്നതിൽ നന്മകളെ അവർ കാണാതെ കിടന്ന് വട്ടം കറങ്ങുക. ഈ അവസ്ഥ മാറും. ദൈവം തുറന്നേക്കുന്ന ഉറവയിൽ നിന്ന് നീ ഈ ദിനങ്ങളിൽ കുടിക്കും. അത് വെളിപ്പെടുവാൻ തക്കവിധം നിൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ ശബ്ദത്തിന് അനുവാദകമായി ഒന്ന് ക്രമീകരിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. ഞങ്ങളുടെ കർത്താവേ, ആരാധ്യമായ പരിശുദ്ധനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവിക ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന ദൈവിക ബലത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലതും ദൂരെയെന്നും പലതും കിട്ടാക്കനി എന്നും പറയുമ്പോൾ കൈപ്പാങ്ങൻ എത്തിച്ചു നൽകുന്നൊരു ദൈവപ്രവൃത്തിയെ ഞങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചു. ഇന്നോളമുള്ള ജീവിത വഴികളിൽ ഞങ്ങൾക്ക് അപ്രാപ്യമെന്ന് കരുതുന്നത് പപ്പും പൂടയും വെച്ച കിളികൾ പറന്നു വരുന്നത് പോലെ ഞങ്ങളുടെ കൈപ്പാങ്ങന് പറന്നെത്തി അതിനെ കൈയടക്കത്തക്ക നിലയിൽ ദൈവം അനുവദിച്ചു തരുന്നൊരു സമയത്തിൽ ഞങ്ങളായിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് എൻ്റെ കൈകളിലേക്ക് ഈ പ്രാർത്ഥനയാൽ എത്തുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ തുറക്കപ്പെടേണ്ടതും പകരപ്പെടേണ്ടതുമായ അനുഗ്രഹങ്ങളെ ഞാൻ അനുവദിച്ചു പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കും. ഈ ദിവസം ഇവർക്ക് എല്ലാ സന്തോഷങ്ങളാലും ദൈവം പകർന്നു നൽകും. യേശു കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ, വിശുദ്ധിയിൽ നിൽക്കുവാൻ, ഒരു ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും അത് മിസ് ചെയ്യാതെ ദൈവത്തോടു കൂടെ അത് സന്തോഷത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് വെക്കുന്ന വ്യവസ്ഥയിലേക്ക് നിൻ്റെ ജീവിതം തിരിയട്ടെ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന, അതിൽ പങ്കുചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തരാം. കോട്ടയത്ത് നാഗമ്പടത്തുള്ള
ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയം. ഓക്കെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.